സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നവർക്കും ഇനി പഠിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ജനറൽ അവയർനെസ് പ്രോഗ്രാമാണ്. അല്പം ടിപ്സുകളാണ്. ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ടെക്നീഷ്യന് തുടക്കത്തിൽ ഈ ഒരു മൈക്രോ സോൾഡറിംഗ് ആണ്. ഇതാണ് എല്ലാവരും വാങ്ങുക. ഇതിലും ചീപ്പുള്ളതും ഉണ്ടാകും. ഇത് DC പവർ സപ്ലൈ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത് 220 വോൾട്ട് കൊടുത്താൽ ഇതിനകത്തുനിന്ന് ഒരു 12 വോൾട്ട് DC ഔട്ട്പുട്ട്. ഇതൊരു ഇന്ത്യൻ നിർമ്മിതമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ട്രാൻസ്ഫോമറാണ്. അധിക പേരും ഈ ഒരു സാധനം കൊണ്ടുവരും. ഇത് പെട്ടെന്ന് ചീത്തയാവില്ല, ഒരു ഹെവി ഡ്യൂട്ടിയാണ്. അതുപോലെ ഇതിൻ്റെ ഈ മൈക്രോ ഗൺ എന്ന് പറയുന്ന ഈ ഒരു സോൾഡറിങ് അയൺ ടിപ്സ്, ഇതും തന്നെ 12 വോൾട്ടിലെ ഒരു അയണാണ്. കണ്ടോ, സാധാ ഒരു സോൾഡറിങ് അയണിൻ്റെ പോലെ അല്ല ഇത്. സാധാ ഒക്കെ 25 വാട്ട്സ് 50 വാട്ട്സ് ഒക്കെ ഉണ്ടാവും പവർ. ഇത് വെറും 10 വാട്ട്സ് മാത്രമേ ഉള്ളൂ. 12 വോൾട്ട് DC ഈ പിന്നിൽ കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും. ആരുടെങ്കിലും ഈ ഒരു പവർ സപ്ലൈ കേട് വന്നു വിചാരിച്ചത് മൊത്തം റീപ്ലേസ് ചെയ്യേണ്ട. അതിനകത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ട്, ഒരു 2 ആംപിയർ 12 വോൾട്ട് ട്രാൻസ്ഫോമർ. അത് റീപ്ലേസ് ചെയ്താൽ നമുക്കിതിനെ പിന്നെയും ഉപയോഗപ്പെടുത്താം. ഇല്ലെങ്കിൽ ഒരു ചെറിയ 1 ആംപിയർ അഡാപ്റ്റർ മേടിച്ചതിൽ കൊടുത്താൽ തന്നെ ഈ സോൾഡറിങ് അയൺ വർക്ക് ചെയ്യുന്നുണ്ട്. പല ആളുകൾ ഇത് കേടുവന്ന മൊത്തം മാറ്റും, അതിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ വേറൊരു കമ്പനിയാണത്, കുറച്ചുകൂടി കുറഞ്ഞ റേറ്റിലെ ഒരു സാധനം, കുറച്ചുകൂടി ആംപിയറുള്ള വാട്ട്സ് കൂടിയ ഒരു സാധനം. ഇതൊക്കെ തുടക്കക്കാർ പല മോഡലുകളും സ്വന്തമാക്കും. ഇനി കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടി ടെമ്പറേച്ചർ കൺട്രോളറൊക്കെ ഉള്ള, കുറച്ചും കൂടി ഒരു ഇലക്ട്രോണിക് കൺട്രോളിംഗ് ഒക്കെ ഉള്ള ഒരു ഹെവി ഡ്യൂട്ടി വാങ്ങാം. തുടക്കത്തിൽ ഇത് ധാരാളം മതി. ഇനി കറണ്ട് ഇല്ല, നിങ്ങൾക്കൊന്ന് സോൾഡർ ചെയ്യണം. ഇതൊരിക്കലും DC വർക്ക് ചെയ്യില്ലല്ലോ, കാരണം ഇതിനൊക്കെ ഒരു 220 വോൾട്ട് കൊടുക്കണം. പക്ഷേ നിങ്ങൾ കറണ്ട് ഇല്ലാത്ത നേരത്ത് നിങ്ങൾക്കൊന്ന് സോൾഡർ ചെയ്യണമെങ്കിൽ വീട്ടിലെ അല്ലെങ്കിൽ ഷോപ്പിലെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ഇതിലേക്ക് കൊടുത്താൽ, പക്ഷേ ഇതിൽ കട്ട് ഓഫ് ഉണ്ടാവില്ല, സൂക്ഷിക്കണം, ഓവർ ഹീറ്റ് ആവും. പക്ഷെ അത്യാവശ്യം ചെറിയ കാര്യങ്ങൾക്ക് സോൾഡർ ചെയ്യാൻ ഇത് മതി. ഇതിനകത്ത് ഒരു ചെറിയൊരു വേരിയബിൾ പവർ സപ്ലൈ ആണത്. 1 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ ഇങ്ങനെ വേരി ചെയ്യണം. അപ്പോൾ ഇതിനകത്തൊരു 9 വോൾട്ട് കൊടുത്താൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ചൂടിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാം. ഇത് 6 വോൾട്ടിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അത്ര വലിയ ഹീറ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ സാധാരണ ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ഉപയോഗിക്കുന്ന ലെഡും പേസ്റ്റും അല്ല സത്യത്തിൽ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായി ഇതുപോലെ മൈക്രോ ലെഡുകളും വളരെ ചെറിയ കുറച്ചും കൂടി താഴെയുള്ള ടെമ്പറേച്ചറിൽ ഉരുകുന്ന ലെഡുകളാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. സാധാരണ റേഡിയോ TV ടെക്നീഷ്യന്മാരൊക്കെ ഈ തരം ലെഡുകളല്ല, കുറച്ചുകൂടി വണ്ണമുള്ള ഒരു ഹെവി ആയ ഒരു ലെഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിനങ്ങനെയല്ല. അതേപോലെ തന്നെ ഇതിന് ഫ്ലക്സ്, നമ്മളെ സോൾഡറിങ് പേസ്റ്റ് അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്ന ഇത് ലിക്വിഡായിട്ടാണ് അധികം വരുന്നത്. പേസ്റ്റായിട്ടും വരുന്നുണ്ട്, ലിക്വിഡും വരുന്നുണ്ട്. ഇതെന്താ വെറും ഒരു വെള്ളമായിട്ട് വരുന്നുണ്ട്. ഹൈ ക്വാളിറ്റിയാണ്. ഒരു മോശപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ബാഡ് സ്മെല്ല് ഇതിനുണ്ടാവില്ല. അത്യാവശ്യം നല്ല എന്താ പറയുക, സ്പ്രേയുടെ മണമൊക്കെയുള്ള ഒരുപാട് ഇതുപോലത്തെ ഫ്ലക്സുകളൊക്കെ ഉണ്ട്. ഇതാണ് സാധാരണ ഒരു ഇലക്ട്രോണിക് ടെക്നീഷ്യൻ്റെ ഫ്ലക്സും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം മിക്ക ആളുകളും ഇതൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്. കാരണം TV അതുപോലത്തെ കമ്പ്യൂട്ടർ ബോർഡിലേക്കൊക്കെ ഇത്തരം ഫ്ലക്സുകളും ലെഡും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാം SMD ആണല്ലോ ഉപയോഗിക്കുന്നത്. അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് അയണിനെ കുറിച്ച് മനസ്സിലാക്കാം.